നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പുറത്തു വന്നപ്പോൾ, അതിൻ്റെ ഫലം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പിൽ പഴി കേൾക്കേണ്ടി വന്നത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിൻ്റെ വിഷയമാണ്. കോൺഗ്രസിനുള്ളിൽ പടലപ്പടക്കം അതിരൂക്ഷമായിരുന്നിട്ട് പോലും ജനകീയപരമായി കോൺഗ്രസ്സിന് വലിയ മുന്നേറ്റം നടത്താൻ കഴിയുന്ന ഗ്രൗണ്ട് സർവേ ഫലങ്ങൾ പുറത്തു വന്നിട്ടും ആദ്യ മണിക്കൂറുകളിലെ ലീഡും ട്രെൻഡും അതുപോലെ നിലനിർത്താൻ കഴിയാതെ ചുരുങ്ങിയ സമയം കൊണ്ട്, അതായത് അനുനിമിഷം ലീഡ് മറിയുകയും 74-12 എന്ന രീതിയിൽ BJP കൂപ്പുകുത്തി കോൺഗ്രസിൻ്റെ ബഹുദൂര മുന്നേറ്റം ഉടന്തരെ 35-48 എങ്ങനെ പോയി എന്നുള്ളത് ഇപ്പോഴും പിടികിട്ടാത്ത ഒരു ചോദ്യമായി മാറുന്നു. അതിനെക്കുറിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ പറഞ്ഞത്, ഓരോ റൗണ്ട് കൗണ്ടിങ്ങിലും ഓരോ ടേബിളിലെ വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എങ്ങനെയാണ് ഫലം പകുതിയെങ്കിലും എണ്ണിക്കഴിയാതെ സൂചനകൾ കൃത്യമാകുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു. പല കാര്യങ്ങളിലും നിരുത്തരവാദപരമായുള്ള ഒരു ആക്ഷേപഹാസ്യം എന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെരുമാറുന്നതിന് സുപ്രീം കോടതിയിൽ നീങ്ങാൻ തന്നെയായിരുന്നു കൃത്യമായും ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. അത് അങ്ങനെ തന്നെ വേണം എന്നുള്ള ആവശ്യത്തിൽ തന്നെ ഊന്നി നിൽക്കുകയും ചെയ്തു. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള കപിൽ സിബൽ അടക്കമുള്ളവർ ഇതിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാറിനെ മാറ്റേണ്ടത് അനിവാര്യമാണ്. BJPയുടെ ഒരു വക്താവായി അദ്ദേഹം സംസാരിക്കുന്നതായി പലപ്പോഴും പ്രതിപക്ഷ അംഗങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ ആയി ഇരിക്കുന്ന ആ പദവിക്ക് ഒട്ടും ചേർന്ന രീതിയിലുള്ള പ്രവർത്തനമല്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും നാളുകളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് 20 നിയോജക മണ്ഡലങ്ങളിലെ ഫലമാണ്. നമുക്കറിയാം, ഹരിയാനയിലെ 20ഓളം നിയോജക മണ്ഡലങ്ങളിൽ ക്രമക്കേട് നടത്തുന്നതുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണം ദേശീയ മാധ്യമങ്ങളിൽ ജനങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ ക്ലിപ്പിംഗ് ഉൾപ്പെടെ പുറത്തു വന്നതാണ്. അവിടെ കൗണ്ടിംഗ് സ്റ്റേഷനിൽ പോളിംഗ് ബൂത്തുകളിലെ പെട്ടികളല്ല എണ്ണി തിട്ടപ്പെടുത്തിയത്. അവിടെ ഇലക്ട്രോണിക് ചാർജ് ഈ കൗണ്ടിംഗ് സ്റ്റേഷനുകളിലെ വോട്ടിംഗ് മെഷീനിൽ ഉണ്ടായിരുന്ന ചാർജും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. നമുക്കറിയാം, പല സംസ്ഥാനങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെയുള്ള ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികളെല്ലാം തന്നെ രാപ്പകൽ ഉറക്കം കളഞ്ഞ് കാത്തിരുന്ന് ഒരു രീതിയിലുള്ള അട്ടിമറിക്കും ശ്രമം നടത്താതിരിക്കാൻ, സംഘപരിവാർ ശക്തികളുടെ ഒരു രീതിയിലുള്ള ഇൻഫ്ലുവൻസും ഉണ്ടാകാതിരിക്കാൻ കിണഞ്ഞ് പരിശ്രമിച്ചതിൻ്റെ ഫലമായാണ് ഇന്ത്യ മുന്നണിയുടെ സമാനതകളില്ലാത്തൊരു മുന്നേറ്റം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ കഴിഞ്ഞത്. അബ്കേ ബാർ ചൗസോ പാർ എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി അട്ടഹസിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 പോയിട്ട് 300 പോലും കിട്ടാതെ, കേവല ഭൂരിപക്ഷമായി 272 പോലും കിട്ടാതെ തകർന്നടിഞ്ഞ സ്ഥലത്ത് ഹരിയാനയും ഉൾപ്പെടുന്നുണ്ട്. 5 സീറ്റുകൾ BJPയുടേത് ചോർന്നൊലിച്ച സ്ഥലമാണ്. അവിടെ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിയിട്ടും BJPക്ക് അനുകൂലമായ ഒരു ഘടകം പോലും ഇല്ലാതിരുന്നിട്ടും, എന്തിനധികം പറയുന്നു, BJPയുടെ വക്താവായി സംസാരിക്കുന്ന അർണബ് ഗോസ്വാമിക്ക് പോലും വലിയ സംശയമുണ്ടായിരുന്നു. ഹരിയാനയിൽ ബലാബലം എന്നൊക്കെ പറഞ്ഞിട്ടൊടുവിൽ ഹരിയാന പോകട്ടെ, മറ്റ് പല സംസ്ഥാനങ്ങളും ഉണ്ടല്ലോ എന്ന രീതിയിൽ വരെ വ്യാഖ്യാനിക്കപ്പെട്ട സാഹചര്യത്തിൽ BJPയുടെ അതിമാനുഷികമായ ഒരു തിരിച്ചുവരവ് എന്നൊക്കെ പറയാൻ ബോധമുള്ള ആർക്കും സ്വബോധമുള്ള ആർക്കും കഴിയില്ല എന്നതാണ് സത്യം. അതുകൊണ്ടാണ് സുപ്രീം കോടതി വഴി ഈ തെരഞ്ഞെടുപ്പ് വിധിക്ക് ഒരു സ്റ്റേ കൊണ്ടുവരാൻ നിർണായക നീക്കം നടത്തുന്നതും മുഖ്യമന്ത്രി പദവി ഒഴിയാൻ നയാബ് സിംഗ് സൈനിക്ക് അതിന് ഒഴിയേണ്ടി വരുന്ന സാഹചര്യം സൃഷ്ടിക്കൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.